ഗുരുകുലത്തിന്റെ ക്ലാസുകൾ ആദ്യമേ തന്നെ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. എന്നിട്ട് ബെൽ ബട്ടൺ അമർത്തൂ. എല്ലാവർക്കും ഗുരുകുലത്തിലേക്ക് സ്വാഗതം. ഞാൻ സുനിൽ. നമുക്ക് ഇന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ നമ്മുടെ പ്രീവിയസ് ഇയർ PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ അടുത്ത ഭാഗം നോക്കാം. ഈ ചോദ്യപേപ്പർ അല്ലെങ്കിൽ ഇതിൽ പറയുന്ന ഉത്തരങ്ങളും അനുബന്ധ വിവരങ്ങളും PSCയുടെ എല്ലാ പരീക്ഷകൾക്കും വളരെ പ്രധാനപ്പെട്ടവയാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഇത്തരത്തിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും കണക്ട് ചെയ്ത് അതിൻ്റെ അനുബന്ധ വിവരങ്ങളും പഠിച്ചു പോകുന്നതിലൂടെ വരുന്ന എക്സാമുകളിലെ അത്തരം ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ പറ്റുന്നതായിരിക്കും. നമ്മുടെ ഇത്തരത്തിലുള്ള കൂടുതൽ ക്ലാസ്സുകൾ കാണുന്നതിനും ഡൗൺലോഡ് ചെയ്യുന്നതിനുമായിട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്മുടെ പേഴ്സണൽ പ്രൊഫൈൽ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അവിടെ നമ്മുടെ ആ പേഴ്സണൽ പ്രൊഫൈലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ധാരാളം ക്ലാസ്സുകൾ ലഭ്യമായിരിക്കും. അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന വ്യക്തിയാണെങ്കിൽ നമ്മുടെ ക്ലാസ്സുകൾ മുടങ്ങാൻ ലഭിക്കാനായിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താൻ മറക്കാതിരിക്കുക. സോ ഇനി നമുക്ക് നേരെ ക്ലാസ്സുകളിലേക്ക് പോകാം. അപ്പം ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസത്തെ ഇന്നലത്തെ ക്ലാസ്സിൽ ഒരു പോയിൻ്റ് നമ്മൾ എടുത്തെടുത്ത് പറഞ്ഞപ്പോൾ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നിരുന്നു. അതായത് നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ HL ദത്തു ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് തന്നെ പറഞ്ഞപ്പം അവസാനം പറഞ്ഞപ്പോൾ ഒരു പേര് മാറിപ്പോയി. അപ്പം അത് നിങ്ങൾ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാക്കി എങ്കിലാണത് മാറ്റി പറയുന്നതാണ്. അദ്ദേഹം തന്നെയാണ് നമ്മൾ ഇപ്പോൾ 2018 ഈ ഒരു സെപ്റ്റംബർ മാസവും അദ്ദേഹം തന്നെയാണ് നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ. അപ്പം അത് നോട്ട് ചെയ്യാൻ ശ്രമിക്കുക. സോ അടുത്ത ചോദ്യങ്ങളിലേക്ക് പോകാം. ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഭാഗമായ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, ആൻഡമാൻ നിക്കോബാർ. ആൻഡമാൻ നിക്കോബാർ ആണ് നമ്മുടെ ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള കേന്ദ്രഭരണ പ്രദേശം. ഈ ഒരു ആൻഡമാൻ നിക്കോബാർ തന്നെയാണ് ബേ ഓഫ് ഐലൻഡ്സ് എന്നും എമറാൾഡ് ഐലൻഡ് എന്നറിയപ്പെടുന്നത്. ബേ ഓഫ് ഐലൻഡ്സ് എന്നും എമറാൾഡ് ഐലൻഡ്സ് എന്നും അറിയപ്പെടുന്ന ഏതാണ്? നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ കൽക്കട്ട ഹൈക്കോടതിയുടെ പരിധിയിലാണ് വരുന്നത്. ആൻഡമാനിലെ ഏറ്റവും വലിയ ദ്വീപ് നോർത്ത് ആൻഡമാനാണ്. നോർത്ത് ആൻഡമാനാണ്. സോ ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ബേ ഐലൻഡ്സ് എന്നും എമറാൾഡ് ഐലൻഡ് എന്നും അറിയപ്പെടുന്ന ആൻഡമാൻ നിക്കോബാർ ആണ്. ഇത് നമ്മുടെ കൊൽക്കത്ത ഹൈക്കോടതിയുടെ പരിധിയിലാണ് വരുന്നത്. ആൻഡമാനിലെ ഏറ്റവും വലിയ ദ്വീപ് നോർത്ത് ആൻഡമാൻ ആണെന്നും ഓർക്കുക. ചോദ്യം: ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കല സ്ഥാപിച്ചത് ഏത് രാജ്യത്തിന്റെ സാങ്കേതിക സഹായത്തോടെയാണ്? ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കല സ്ഥാപിച്ചത് ഏത് രാജ്യത്തിന്റെ സാങ്കേതിക സഹായത്തോടെയാണ്? ഉത്തരം ഓപ്ഷൻ എ, ജർമ്മനി. നമ്മൾ ജർമ്മനിയുടെ സഹായത്തോടെയാണ് റൂർക്കലയിലുള്ള സ്റ്റീൽ പ്ലാന്റ് ഉരുക്ക് നിർമ്മാണശാല സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു സ്റ്റീൽ പ്ലാന്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് PSC പരീക്ഷകളിൽ വളരെ പ്രധാനപ്പെട്ടവയാണ്. നമുക്ക് പ്രധാനമായിട്ടും 5 സ്റ്റീൽ പ്ലാന്റുകളാണ് ഓർത്തിരിക്കാനുള്ളത്. 1 റൂർക്കല, 2 ഭിലായ്, 3 വിശാഖപട്ടണം, 4 ദുർഗാപൂർ, 5 ബൊക്കേറോ. എന്തൊക്കെയായിരുന്നു? റൂർക്കല, ഭിലായ്, വിശാഖപട്ടണം, ദുർഗാപൂർ, ബൊക്കേറോ സ്റ്റീൽ പ്ലാന്റുകൾ. ഇതിൽ റൂർക്കല സ്റ്റീൽ പ്ലാന്റ് ഒഡീഷയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെയാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത് റൂർക്കല സ്റ്റീൽ പ്ലാന്റ്. അടുത്താണ് ഭിലായ്. ഭിലായ് ഉരുക്ക് നിർമ്മാണശാല നമ്മൾ റഷ്യയുടെ സഹായത്തോടു കൂടി ഛത്തീസ്ഗഡിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഭിലായ് ഉരുക്ക് നിർമ്മാണശാല റഷ്യയുടെ സഹായത്തോടു കൂടി എവിടെയാണ്? ഛത്തീസ്ഗഡിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇനി വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റും നമ്മൾ റഷ്യയുടെ സഹായത്തോടു കൂടി തന്നെ ആന്ധ്രാപ്രദേശിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റും റഷ്യയുടെ സഹായത്തോടു കൂടി ആന്ധ്രാപ്രദേശിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് പശ്ചിമ ബംഗാളിലാണ്. ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് പശ്ചിമ ബംഗാളിൽ ബ്രിട്ടന്റെ സഹായത്തോടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് പശ്ചിമ ബംഗാളിൽ ബ്രിട്ടന്റെ സഹായത്തോടെ സ്ഥാപിച്ചിരിക്കുന്നു. ഇനി റഷ്യയുടെ സഹായത്തോടു കൂടിയാണ് ബൊക്കേറോ സ്റ്റീൽ പ്ലാന്റ് ജാർഖണ്ഡിൽ സ്ഥാപിച്ചത്. റഷ്യയുടെ സഹായത്തോടു കൂടിയാണ് ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് ജാർഖണ്ഡിൽ സ്ഥാപിച്ചത്. ഇത് 3ാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലത്തായിരുന്നു. സോ ഏതൊക്കെയായിരുന്നു നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്റ്റീൽ പ്ലാന്റുകൾ? 1 റൂർക്കല, 2 ഭിലായ്, 3 വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ്, 4 ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ്, 5 ബൊക്കാറോ. ഇതിൽ ഒഡീഷയിലാണ് റൂർക്കല സ്ഥിതി ചെയ്യുന്നത്. ജർമ്മനിയുടെ സഹായത്തോടെ സ്ഥാപിച്ചു. ഭിലായ് സ്ഥിതി ചെയ്യുന്ന ഛത്തീസ്ഗഡിലാണ്. അത് റഷ്യയുടെ സഹായത്തോടെ സ്ഥാപിച്ചു. വിശാഖപട്ടണവും റഷ്യയുടെ ഹെൽപ്പോട് കൂടിയാണ് സ്ഥിതി ചെയ്യുന്നത്. അത് ആന്ധ്രാപ്രദേശിലാണ്. ബ്രിട്ടന്റെ സഹായത്തോടെയാണ് പശ്ചിമ ബംഗാളിൽ ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ്. പിന്നെ ഏറ്റവും അവസാനത്തേതായിട്ടുള്ളതാണ് നമ്മുടെ ബൊക്കേറോ സ്റ്റീൽ പ്ലാന്റ് 3ാം പഞ്ചവത്സര പദ്ധതിയിൽ ജാർഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്നു. ചോദ്യം:
സാർവദേശീയ മനുഷ്യാവകാശ ദിനം എന്നാണ്? സാർവദേശീയ മനുഷ്യാവകാശ ദിനം എന്നാണ്. ഉത്തരം ഓപ്ഷൻ ഡി, ഡിസംബർ 10. ഡിസംബർ 10-നാണ് നമ്മൾ സാർവദേശീയ മനുഷ്യാവകാശ ദിനം അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലെ ഓപ്ഷൻസിലെ പ്രത്യേകത നോക്കാം. ഇതിൽ ജനുവരി 10-ആണ് നമ്മൾ ലോക ചിരി ദിനമായിട്ട് ആചരിക്കുന്നത്. ജനുവരി 10-ആണ് നമ്മൾ ലോക ചിരി ദിനമായിട്ട് ആചരിക്കുന്നത്. ഒക്ടോബർ 10-ആണ് നമ്മൾ ലോക മാനസികാരോഗ്യ ദിനമായിട്ടും ദേശീയ പോസ്റ്റൽ ദിനമായിട്ടും ആചരിക്കുന്നത്. ഒക്ടോബർ 10-ആണ് ലോക മാനസികാരോഗ്യ ദിനമായിട്ടും ദേശീയ പോസ്റ്റൽ ദിനമായിട്ടും ആചരിക്കുന്നത്. നവംബർ 10-ആണ് ലോക ശാസ്ത്ര ദിനം. നവംബർ 10 ലോക ശാസ്ത്ര ദിനം. സെപ്റ്റംബർ 10 ആത്മഹത്യ നിരോധന ദിനമാണ്. സെപ്റ്റംബർ 10 ആത്മഹത്യ നിരോധന ദിനമാണ്. ഡിസംബർ 11-ആണ് പർവ്വത ദിനം. ഡിസംബർ 11 പർവ്വത ദിനം. ഡിസംബർ 20 മാനവ ഐക്യദിനം. ഡിസംബർ 20 മാനവ ഐക്യദിനം. അപ്പോൾ ചോദ്യം എന്തായിരുന്നു? സാർവദേശീയ മനുഷ്യാവകാശ ദിനം എന്നാണ്. ഉത്തരം ഓപ്ഷൻ ഡി, ഡിസംബർ 10-ആണ് നമ്മൾ സാർവദേശീയ മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇനി ജനുവരി 10 ലോക ചിരി ദിനം. ഒക്ടോബർ 10 ലോക മാനസികാരോഗ്യ ദിനം. ഒക്ടോബർ 10 ലോക മാനസികാരോഗ്യ ദിനവും ദേശീയ പോസ്റ്റൽ ദിനവുമാണ്. നവംബർ 10 ലോക ശാസ്ത്ര ദിനമാണ്. നവംബർ 10 ലോക ശാസ്ത്ര ദിനം. സെപ്റ്റംബർ 10 ആത്മഹത്യ നിരോധന ദിനം. സെപ്റ്റംബർ 10 ആത്മഹത്യ നിരോധന ദിനം. ഡിസംബർ 11 പർവ്വത ദിനം. ഡിസംബർ 11 പർവ്വത ദിനം. ഡിസംബർ 20 മാനവ ഐക്യദിനം. ഡിസംബർ 20 മാനവ ഐക്യദിനം. അപ്പോൾ ഇതെല്ലാം നോട്ട് ചെയ്യാൻ ശ്രമിക്കുക. ചോദ്യം: ഇന്ത്യയുടെ സമുദ്രതീരത്തിൻ്റെ നീളം എത്രയാണ്? ഇന്ത്യയുടെ സമുദ്രതീരത്തിൻ്റെ നീളം എത്രയാണ്? ഉത്തരം 7516 കിലോമീറ്ററാണ് നമ്മുടെ ഇന്ത്യയുടെ സമുദ്രതീരത്തിൻ്റെ നീളം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ സമുദ്രതീരത്തിൻ്റെ നീളം 7516 കിലോമീറ്റർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സമുദ്രാതിർത്തിയുള്ള സംസ്ഥാനം ഗുജറാത്താണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സമുദ്രാതിർത്തിയുള്ള സംസ്ഥാനം ഗുജറാത്താണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ സമുദ്രതീരം ഉള്ളത് കണ്ണൂരിലാണ്. ഏറ്റവും കൂടുതൽ കണ്ണൂരാണ്, ഏറ്റവും കുറവ് കൊല്ലത്താണ്. ഇന്ത്യയുടെ കര അതിർത്തി എന്ന് പറയുന്നത് 15200 കിലോമീറ്ററാണ്. ഇന്ത്യയുടെ കര അതിർത്തി 15200 കിലോമീറ്ററാണ്. സമുദ്രാതിർത്തി 7516 കിലോമീറ്റർ, കര 15200 കിലോമീറ്ററാണ്. ഇന്ത്യയുടെ ആകെ വിസ്തീർണം എന്ന് പറയുന്നത് 32,87,263 ചതുരശ്ര കിലോമീറ്ററാണ്. നമ്മുടെ ഇന്ത്യയുടെ ആകെ വിസ്തീർണം എന്ന് പറയുന്നത് 32,87,263 ചതുരശ്ര കിലോമീറ്ററാണ്. ലോകത്തിന്റെ ആകെ വിസ്തൃതിയുടെ 2.42% മാത്രമാണ് നമ്മൾ. ലോകത്തിൻ്റെ ആകെ വിസ്തൃതിയുടെ 2.42% മാത്രമാണ് നമ്മൾ വലിപ്പത്തിൽ. ഇന്ത്യയുടെ സ്ഥാനം 7-ാം സ്ഥാനമാണ്. ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം എന്ന് പറയുന്നത് 3214 കിലോമീറ്ററാണ്. ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം എന്ന് പറയുന്നത് 3214 കിലോമീറ്ററാണ്. ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ദൂരം എന്ന് പറയുന്നത് 2933 ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്നത് 2933 കിലോമീറ്റർ ദൂരമാണ്. വലിപ്പത്തിൽ ഇന്ത്യക്ക് ലോകരാഷ്ട്രങ്ങളിൽ 7-ാം സ്ഥാനമാണുള്ളത്. 1-ാം സ്ഥാനം ചൈനയ്ക്കാണ്. സോ ഇന്ത്യയുടെ സമുദ്രതീരത്തിൻ്റെ നീളം എന്ന് പറയുന്നത് 7516 കിലോമീറ്ററാണ്. 7516 കിലോമീറ്റർ. ഇന്ത്യയുടെ കര അതിർത്തി എന്ന് പറയുന്നത് 15200 കിലോമീറ്ററാണ്. ഇന്ത്യയുടെ കര അതിർത്തി 15200 കിലോമീറ്ററാണ്. ഇന്ത്യയിലെ സമുദ്രാതിർത്തി 7516 കിലോമീറ്ററാണ്. അതിൽ ഏറ്റവും കൂടുതൽ സമുദ്രാതിർത്തി ഉള്ളത് നമ്മുടെ ഗുജറാത്തിനാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ സമുദ്രതീരം ഉള്ളത് എവിടെയാണ്? കണ്ണൂരും. ഏറ്റവും കുറവ് കൊല്ലമാണ്. ഇന്ത്യയുടെ ആകെ വിസ്തീർണം എന്ന് പറയുന്നത് 32,87,263 ചതുരശ്ര കിലോമീറ്ററാണ്. ലോകത്തിൽ ഇന്ത്യയുടെ വിസ്തൃതി എന്ന് പറയുന്നത് വലിപ്പത്തിൽ ഇന്ത്യക്ക് 7-ാം സ്ഥാനമാണുള്ളത്. ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം എന്ന് പറയുന്നത് 3214 കിലോമീറ്ററാണ്. ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം, നോർത്ത് സൗത്ത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3214 കിലോമീറ്ററാണ്. ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ്, ഈസ്റ്റ് വെസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2933 കിലോമീറ്ററാണ്. ഇപ്പോൾ പറഞ്ഞാൽ നോട്ട് ചെയ്യാൻ ശ്രമിക്കുക. ചോദ്യം: പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്ന ആരാണ്? പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ശ്രീ ശങ്കരൻ. ശ്രീ ശങ്കരനാണ് നമ്മുടെ പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ സി, ശ്രീ ശങ്കരനാണ് പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്നത്. കാഞ്ചിയിലെ സന്യാസി എന്നറിയപ്പെടുന്നതും ശ്രീ ശങ്കരാചാര്യർ തന്നെയാണ്. കാഞ്ചിയിലെ സന്യാസി എന്നറിയപ്പെടുന്നതും ശ്രീ ശങ്കരാചാര്യർ തന്നെയാണ്. ഏഷ്യയുടെ പ്രകാശം എന്നറിയപ്പെടുന്നത് ശ്രീബുദ്ധനാണ്. ഏഷ്യയുടെ പ്രകാശം എന്നറിയപ്പെടുന്നത് ശ്രീബുദ്ധനാണ്. ആധുനിക ബുദ്ധൻ എന്നറിയപ്പെടുന്നത് നമ്മുടെ ഭരണഘടനയുടെ ശില്പിയായിട്ടുള്ള ഡോക്ടർ BR അംബേദ്കറാണ്. ആധുനിക ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കറാണ്. ചൈനയിലെ ഗൗതമ ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ലവോസിയയാണ്. ചൈനയിലെ ഗൗതമ ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ലാവോസിയാണ്. ബുദ്ധമതത്തിലെ കോൺസ്റ്റന്റൈൻ എന്നറിയപ്പെടുന്ന അശോകനാണ്. ബുദ്ധമതത്തിലെ കോൺസ്റ്റന്റൈൻ എന്നറിയപ്പെടുന്ന അശോകനാണ്. സെക്കൻഡ് അശോക എന്നറിയപ്പെടുന്ന, 2-ാം അശോകൻ എന്നറിയപ്പെടുന്നത് കനിഷ്കനാണ്. ബുദ്ധമതത്തിലെ കോൺസ്റ്റന്റൈൻ അശോകനാണ്. സെക്കൻഡ് അശോക, 2-ാം അശോകൻ എന്നറിയപ്പെടുന്നത് കനിഷ്കനാണ്. സമാധാനത്തിന്റെ മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. അപ്പൊ എന്തായിരുന്നു ചോദ്യം? പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ആരാണ്?
ഉത്തരം ഓപ്ഷൻ സി, ശ്രീ ശങ്കരൻ. ശ്രീ ശങ്കരനാണ് പ്രചണ്ഡ ബുദ്ധൻ എന്നറിയപ്പെടുന്ന, കാഞ്ചിയിലെ സന്യാസി എന്നറിയപ്പെടുന്ന ശ്രീ ശങ്കരാചാര്യനാണ്. ഏഷ്യയിലെ പ്രകാശം എന്നറിയപ്പെടുന്ന ശ്രീബുദ്ധനാണ്. ഏഷ്യയിലെ പ്രകാശം എന്നറിയപ്പെടുന്ന ശ്രീബുദ്ധനാണ്. ആധുനിക ബുദ്ധൻ എന്നറിയപ്പെടുന്ന നമ്മുടെ ഭരണഘടനാ ശില്പിയായിട്ടുള്ള BR അംബേദ്കറാണ്. ചൈനയിലെ ഗൗതമബുദ്ധൻ എന്നറിയപ്പെടുന്ന ലവോസയാണ്. ചൈനയിലെ ഗൗതമബുദ്ധൻ ലവോസയാണ്. ബുദ്ധമതത്തിലെ കോൺസ്റ്റന്റൈൻ എന്നറിയപ്പെടുന്ന അശോകനാണ്. ബുദ്ധമതത്തിലെ കോൺസ്റ്റന്റൈൻ എന്നറിയപ്പെടുന്ന അശോകനാണ്. രണ്ടാം അശോകൻ എന്നറിയപ്പെടുന്ന കനിഷ്കനാണ്. ബുദ്ധമതത്തിലെ കോൺസ്റ്റന്റൈൻ അശോകനാണ്. രണ്ടാം അശോകൻ എന്നറിയപ്പെടുന്ന കനിഷ്കനാണ്. പറഞ്ഞ നോട്ട് ചെയ്യാൻ ശ്രമിക്കുക. ചോദ്യം: ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം നിലവിൽ വന്ന വർഷം എന്നാണ്? ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, 2005. 2005 ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം നിലവിൽ വന്നത്. അല്ലെങ്കിൽ നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട്. നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് 2005 നിലവിൽ വന്നത്. 2005 ഈ നിയമം നിലവിൽ വന്നെങ്കിലും ഈ ഒരു പദ്ധതി സ്റ്റാർട്ട് ചെയ്ത് ലോഞ്ച് ചെയ്ത് 2006 ഫെബ്രുവരി 2 മുതലാണ്. ഈ ഒരു പദ്ധതി 2006 ഫെബ്രുവരി 2 മുതലാണ് ലോഞ്ച് ചെയ്തത്. നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ആക്ട് അല്ലെങ്കിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം നിലവിൽ വന്നത് 2005. ഗ്രാമീണ ജനങ്ങൾക്ക് 100 തൊഴിൽ ദിനങ്ങൾ ഉറപ്പാക്കുന്ന പദ്ധതിയായിരുന്നു ഇത്. ഗ്രാമീണ ജനങ്ങൾക്ക് 100 തൊഴിൽ ദിനങ്ങൾ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ഇത്. നാഷണൽ ഗ്യാരണ്ടി സ്കീം ഉദ്ഘാടനം ചെയ്ത് 2006. പറഞ്ഞ പോലെ നാഷണൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം ഉദ്ഘാടനം ചെയ്ത് 2006. 2006 ഈ സ്കീം ഉദ്ഘാടനം ചെയ്ത് ലോഞ്ച് ചെയ്തത്. നാഷണൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീമിനെ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം അഥവാ MNREGP അഥവാ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം MNREGP എന്ന് നാഷണൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീമിനെ 2009 ഒക്ടോബർ 2 റീനെയിം ചെയ്തു. 2009 ഒക്ടോബർ 2 ഈ പദ്ധതിയെ MNREGP അല്ലെങ്കിൽ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് സ്കീം എന്ന് റീനെയിം ചെയ്തു. ഈ പദ്ധതി ആരംഭിച്ചത് ആന്ധ്രാപ്രദേശിലെ അനന്തപൂർ ജില്ലയിലെ ബന്തലപ്പള്ളിയിലാണ്. ഈ ഒരു പദ്ധതി ആദ്യമായിട്ട് ആരംഭിച്ചത് ആന്ധ്രാപ്രദേശിലെ അനന്തപൂർ ജില്ലയിലെ ബന്തലപ്പള്ളിയിലാണ്. MNREGP പദ്ധതി കേരളത്തിൽ ആദ്യം നടപ്പാക്കിയത് പാലക്കാടും വയനാടുമാണ്. MNREGP പദ്ധതി അഥവാ ഈ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം അത് നടപ്പിലാക്കിയത് പാലക്കാടും വയനാടുമാണ്. ഇതിനൊപ്പം ഓർത്തിരിക്കുക, തൊഴിലുറപ്പ് പദ്ധതികളുടെ പിതാവെന്നറിയപ്പെടുന്നത് ജീൻ ഡ്രസ്സയാണ്. ഈ തൊഴിലുറപ്പ് പദ്ധതികളുടെ പിതാവെന്നറിയപ്പെടുന്നത് ജീൻ ഡ്രസ്സെ. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം അല്ലെങ്കിൽ നാഷണൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം നിലവിൽ വന്നത് 2005. അത് 2005 പാസ്സാക്കി ആ ഒരു പദ്ധതി ലോഞ്ച് ചെയ്തത് 2006 ഫെബ്രുവരി 2 മുതലാണ്. ഗ്രാമീണ ജനങ്ങൾക്ക് 100 തൊഴിൽ ദിനങ്ങൾ നൽകുക എന്നതായിരുന്നു ഈ പദ്ധതിയുടെ ലക്ഷ്യം. അതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. നാഷണൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം അതിനുശേഷം 2006 ഉദ്ഘാടനം ചെയ്തു, അല്ലെങ്കിൽ ലോഞ്ച് ചെയ്തു. നാഷണൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീമിനെ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം അല്ലെങ്കിൽ MNREGP എന്ന് 2009 ഒക്ടോബർ 2 റീനെയിം ചെയ്തു. ഓക്കെ, ഈ പദ്ധതി ആദ്യമായിട്ട് നടപ്പിലാക്കിയത് ആന്ധ്രാപ്രദേശിലെ അനന്തപൂർ ജില്ലയിലെ ബന്തലപ്പള്ളിയിലാണ്. MNREGP പദ്ധതി കേരളത്തിൽ ആദ്യം നടപ്പാക്കിയത് പാലക്കാടും വയനാടുമാണ്. ഈ തൊഴിലുറപ്പ് പദ്ധതികളുടെ പിതാവെന്നറിയപ്പെടുന്നത് ജീൻ ഡ്രസ്സയാണെന്നും ഓർക്കുക. സോ ഈ പറഞ്ഞ പോയിന്റുകൾ എല്ലാം തന്നെ നോട്ട് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാം വളരെ പ്രധാനപ്പെട്ടവയാണ്. ഇത്തരം ക്ലാസ്സുകൾ പൂർണ്ണമായിട്ടും കാണുന്നതിനും അത് ഡൗൺലോഡ് ചെയ്യുന്നതിനുമായിട്ടും താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് ഫോളോ ചെയ്യുവാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ കയറുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ധാരാളം ക്ലാസ്സുകൾ കാണാൻ കഴിയുന്നതാണ്. തുടർന്ന് ആ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. നമ്മുടെ യൂട്യൂബ് ക്ലാസ്സുകൾ മുടങ്ങാൻ ലഭിക്കുന്നതായിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താൻ മറക്കാതിരിക്കുക. അടുത്ത ദിവസം പുതിയൊരു ക്ലാസ്സുമായിട്ട് കാണാമെന്ന പ്രതീക്ഷയോടെ ഞാൻ സുനിൽ. എല്ലാവരും പഠിക്കട്ടെ. എല്ലാവർക്കും വിഷസ്. ജയ് ഹിന്ദ്, വന്ദേ മാതരം.